Welcome to a new video, and today's video is on commercial revolution. So what is commercial revolution? Commercial revolution, which means a period of European economic expansion, colonialism and mercantilism, which lasted from approximately the 13th century until the early 18th century. So which prevailed, or commercial revolution prevailed in Europe and period between 1200 to 1700. And there were a number of factors behind the rise of commercial revolution in Europe. The first point, which is discovery of sea routes. So what do you mean by sea routes, discovery of sea routes? So Europeans, they found new sea routes to Asia and America, and which boosted European commerce by importing various goods to European markets. And second causative factor for commercial revolution in Europe, which is a rise of banking system. Emergence of banking institutions, transition from private to public banks, supporting economic expansion. So the first bank chartered, which was in 1609, Bank of Amsterdam, and it was followed by Bank of England in 1694. And the third causative factor is formation of trading companies. So in those days, there were a number of trading companies formed, and those companies had government consent to carry trade with outside Europe. So commercial revolution എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ വന്നിരിക്കുന്ന റെവല്യൂഷണറി ചേഞ്ചസ് ആണ്. റെവല്യൂഷണറി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ the first point you must remember, that is expansion of European economic system. അതുവരെ ഉണ്ടായിരുന്ന യൂറോപ്പിന്റെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ വിപ്ലവകരമായ ഒരു മാറ്റം സംഭവിച്ചതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊമേഴ്ഷ്യൽ റവല്യൂഷൻ എന്ന പദം ഉപയോഗിക്കുന്നത്. ആ ട്രേഡ് എക്സ്പാൻഡ് ചെയ്തതോടുകൂടി പുതിയൊരു പൊളിറ്റിക്കൽ സിസ്റ്റം അവിടെ വരുന്നു, ദാറ്റ് വാസ് കൊളോണിയലിസം, and again new economy, mercantilism. So commercial revolution, even though it happened in the field of commercial activities, but it could produce political as well as the economic result. ഇതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിലാണ് ഇത് നടന്നതെങ്കിലും പിന്നീട് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലോകത്തെ ആകമാനം കൺട്രോൾ ചെയ്ത കൊളോണിയലിസവും അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഇക്കണോമിക് സംവിധാനമായ മെർക്കന്റിലിസം ഒക്കെ വളർന്നു വരുന്നത് കൊമേഴ്ഷ്യൽ റവല്യൂഷന്റെ ഭാഗമായിട്ടാണ്. യൂറോപ്പിൽ കൊമേഴ്ഷ്യൽ റവല്യൂഷൻ നടക്കുന്നത് 1200-നും 1700-നും ഇടയിലുള്ള വർഷങ്ങളിലാണ്. കൊമേഴ്ഷ്യൽ റവല്യൂഷൻ ഒരു സഡൻ ആയിട്ട് സംഭവിക്കുന്നൊന്നുമല്ല. there were lots of causes behind it. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഡിസ്കവറി ഓഫ് സീ റൂട്ട്സ് ആണ്. ഡിസ്കവറി ഓഫ് സീ റൂട്ട്സ് മീൻസ് ത്രൂ സീ ദേ റീച്ച് ആഫ്രിക്കൻ കൺട്രി. ആഫ്രിക്കയിലും അമേരിക്കയിലും ഏഷ്യയിലേക്കൊക്കെ എത്തിച്ചേരുന്നതിന് വേണ്ടി പുതിയൊരു ട്രേഡ് റൂട്ട് അവർ കണ്ടെത്തുകയാണ്. അതാണ് സീ റൂട്ട്സ്. അതിലൂടെ അവർക്ക് വളരെ എളുപ്പത്തിൽ ആഫ്രിക്കൻ കൺട്രീസിലേക്ക് എത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസും മറ്റ് ഐറ്റംസും, ഉദാഹരണമായി സ്പൈസസ് പോലുള്ളതൊക്കെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് അവർക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനും യൂറോപ്പിലുള്ള പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിനും സാധിച്ചു. സോ ദ ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് സീ റൂട്ട്സ്. ആൻഡ് ദ സെക്കൻഡ് ഈസ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് വളർന്നു വന്നപ്പോഴേക്കും the number of people, they showed their interest in commercial activities, but they didn't have finance, cash ഉണ്ടായിരുന്നില്ല. they have the idea, അവർക്ക് ആഗ്രഹമുണ്ട്, ഐഡിയയുമുണ്ട്, പക്ഷെ they didn't have, most of them didn't have financial support, അല്ലെങ്കിൽ ഫൈനാൻസ് ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായി അവർക്കൊരു ട്രേഡ് നടത്തുക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ച് അവർക്ക് പോസിബിൾ ആയ കാര്യമായിരുന്നില്ല. സോ in order to support them economically, financially സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക്സ് അവിടെ ഫോം ചെയ്തു വന്നു. അത് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി നാഷണലൈസ്ഡ് ബാങ്കുകൾ അവിടെ വളർന്നു വന്നു. ദ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് താല്പര്യമുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുക എന്ന് പറയുന്നത്, പ്രൊവൈഡ് മാക്സിമം ഫൈനാൻഷ്യൽ സപ്പോർട്ട് ടു ദിസ് നീഡി പീപ്പിൾ in order to carry trade with outside Europe. അങ്ങനെ ഫോം ചെയ്തു വന്ന വൺ ബാങ്ക്, that is the
first bank chartered, which was in 1609. Chartered ചെയ്യാന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി. That was government bank or nationalized bank. So the first nationalized bank in Europe, which was a Bank of Amsterdam. Then അതിനുശേഷം ഇംഗ്ലണ്ടിൽ മറ്റൊരു ബാങ്ക് ഫോം ചെയ്തു വരുന്നു, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ദാറ്റ് വാസ് ഇൻ 1694. ഈ ബാങ്കിന്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ താല്പര്യമുള്ളവരെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക. സോ മൂവിങ് ടു തേർഡ് പോയിന്റ്, third causative factor for commercial revolution is formation of trading companies. So I already mentioned you that those period witnessed rise of many trading companies. For instance, English East India Company, Dutch East India Company, French East India Company, Portuguese East India Company. Those were the best example for the formation of trading companies in those days. And most of the trading companies had government support. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും വലിയ ട്രേഡിംഗ് കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഓവർസീസ് ട്രേഡ് അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഒരൊറ്റ വ്യക്തി മാത്രം ക്യാരി ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് സീ റൂട്ട്സ് ആണ്, അവിടെ ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സീ പൈറേറ്റ്സിന്റെ അറ്റാക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ഇഷ്യൂസ് ഉണ്ടാവാം. അതുകൊണ്ട് ഒരു ലോങ് ജേർണി അല്ലെങ്കിൽ ലോങ് ട്രേഡ്, ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ക്യാരി ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ. കാരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വലിയ ഹ്യൂജ് ലോസ് ഒക്കെ വരുമ്പോൾ ഒരുപക്ഷെ പൂർണ്ണമായും സാമ്പത്തികമായിട്ട് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരേ സമാന സ്വഭാവമുള്ള ട്രേഡേഴ്സ്, similar interested ആയിട്ടുള്ള traders, they joined together and they formed trading companies and they obtained permission from their government. Best example is 1599, English East India Company formed in England. It designed or formed by a group of merchants. England merchants formed ചെയ്തതാണ്. And the next year 1600 they obtained royal charter. Royal charter means permission from their government to carry trade with overseas or non-European countries. Overseas trade നടത്തുന്നതിനുള്ള പെർമിഷൻ അവർ ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കുന്നു. അപ്പോൾ ട്രേഡിംഗ് കമ്പനീസ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായും കൂടുതൽ മെമ്പേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അവർക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്ക്, ഏഷ്യൻ കോണ്ടിനെന്റിലേക്കാണെങ്കിൽ അവിടെയുള്ള തന്നെ പല രാജ്യങ്ങളിലേക്കും അവർക്ക് ട്രേഡ് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചു. അതും കൊമേഴ്ഷ്യൽ റവല്യൂഷൻ എങ്ങനെ കാരണമായി തീരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏഷ്യൻ കൺട്രീസിലുണ്ടായിരുന്നു, they purchased raw materials from Asian countries and they sell their market products there. അപ്പം യൂറോപ്യൻ, അതായത് മെഷീൻ മെയ്ഡ് പ്രൊഡക്ട്സ് അവരുടെ ഏഷ്യൻ കൺട്രീസിൽ വിൽക്കുകയും അവിടുന്ന് they purchased raw materials at cheaper പ്രൈസിൽ raw materials കളക്ട് ചെയ്ത് അവരത് they exported it into യൂറോപ്പിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പം അതുവരെ യൂറോപ്പിന് റോ മെറ്റീരിയൽസ് കിട്ടിയിരുന്നത് ഈ യൂറോപ്പിന്റെ ഉള്ളിൽ നിന്നുമാണെങ്കിൽ ഇപ്പൊ അവർക്ക് റോ മെറ്റീരിയൽസ് were available from Afro-Asian countries. Then next we can discuss about the features of commercial revolution. So the commercial revolution had three major features. First one is expansion, second is specialization, and third is integration. So what is expansion? ഇപ്പൊ ഏകദേശം ഒരു ധാരണയുണ്ട് ട്രേഡ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തത്. മാർക്കറ്റ് എക്സ്പാൻഷൻ ഫ്രം ലോക്കൽ ടു ഇന്റർനാഷണൽ ട്രേഡ്. എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂറോപ്യൻ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അപ് ടു 13th century or up to 1200 ഇവർക്ക് they didn't have any commercial contact with outside Europe. വെരി ഇമ്മമോറിയൽ ടൈമിൽ ഇവർക്ക് ഔട്ട്സൈഡ് യൂറോപ്പുമായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ട്. നമുക്കറിയാവുന്നതാണ്, റോമൻ കോയിൻസ് ഒക്കെ നമുക്ക് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയത്, വിച്ച് ഇൻഡിക്കേറ്റ്സ് എ ബ്രിസ്ക് ട്രേഡ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. അതുകൊണ്ട് പക്ഷേ ഇടക്കാലത്ത് അത് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. അപ്പം അതിനുശേഷം പിന്നീട് വരുന്ന ഫ്യൂഡലിസത്തിന്റെ സമയമാണ്. ട്രേഡിന് വലിയ പ്രാധാന്യമില്ല, എങ്കിലും വളരെ അപൂർവമായിട്ട് ട്രേഡ് നടന്നു, പക്ഷെ അത് ലോക്കൽ ഇൻ നേച്ചർ.
സോ ആ ലോക്കലിൽ നിന്നും ട്രേഡ് ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരുന്നതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ റവല്യൂഷൻ പറയുന്നത്. സോ ദിസ് കൊമേഴ്ഷ്യൽ റവല്യൂഷൻ കണക്റ്റഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ യൂറോപ്പ് ആൻഡ് ഇവൻച്വലി ഗ്ലോബൽ ട്രേഡ്. എങ്ങനെയാണ് ട്രേഡ് എക്സ്പാൻഡ് ചെയ്തതെന്ന് വെച്ചാൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യം അതിൻ്റെ ഉള്ളിൽ മാത്രം ട്രേഡ് ചെയ്തിരുന്നത് അതിനുശേഷം that same country carry trade with other European countries. പിന്നീട് eventually they started trade relation with non-European countries. Then expansion means that the market for commodities greatly expanded. അപ്പം ചില പ്രൊഡക്റ്റിന് മാത്രം വളരെ ഡിമാൻഡ് കൂടി വന്നു, ചില മാർക്കറ്റിനായിരിക്കും കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് നൽകുന്നത്. So that is expansion. Then next feature of commercial revolution is specialization. So അതുവരെ അപരിചിതമായ ഒരു കൊമേഴ്ഷ്യൽ സർവീസ് അവിടെ വരുന്നുണ്ട്. ചില പ്രൊഡക്റ്റുകളിൽ മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ട്രേഡേഴ്സ് അവിടെ വരുന്നു. ഫോർ എക്സാമ്പിൾ ഗോൾഡിൽ മാത്രം ട്രേഡ് നടത്താൻ താല്പര്യമുള്ളവർ, ഓയിൽ മാത്രം ട്രേഡ് നടത്തുന്നവർ, ടെക്സ്റ്റൈൽ മാത്രം. അപ്പോൾ മെർച്ചൻസിൽ തന്നെ എല്ലാം ട്രേഡ് ചെയ്യുന്നവരല്ല, സ്പെഷ്യലൈസേഷൻ അവിടെ വന്നു. ചില സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾ മാത്രം ട്രേഡ് ചെയ്യുന്നവർ. മറ്റൊരു ഗ്രൂപ്പും കൂടെ അവിടെ ഫോം ചെയ്തു. ചില അത് സ്പെഷ്യലൈസ്ഡ് മെർച്ചന്റ് ക്ലാസ്സസ്. ചിലർ സ്പെഷ്യൽ ട്രേഡ് അവിടെ വരുന്നുണ്ട്, അതിനോട് ചേർന്ന് തന്നെ ആ ട്രേഡ് മാത്രം ചെയ്യുന്ന ആൾക്കാരും അവിടെ ഫോം ചെയ്തു വന്നു. Then again brokers, agents and commercial travelers. അപ്പോൾ ഈ ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സർവീസ് ആവശ്യമായി വന്നു. For we know that between producer and the consumer there are many people playing a vital role, and they actually connected the producer and consumer. അല്ലേ, നമ്മളെ ഒരു പ്രൊഡ്യൂസറിനെയും കൺസ്യൂമറിനെയും കണക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒത്തിരി ആൾക്കാരുടെ സർവീസസ് ഉണ്ട്. ഒരു ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും പ്രൊഡ്യൂസർ ഡയറക്റ്റായിട്ട് നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ ഫങ്ഷണറീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരെയാണ് നമ്മൾ ഏജൻസ് ആയിട്ടും ബ്രോക്കേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നവരൊക്കെ ആയിട്ട് പറയുന്നത്. സോ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഫോം ചെയ്തതും after this commercial revolution. So the commercial revolution created a new generation called brokers, agents, and the commercial travelers. And the third, that is integration. So ഈ സ്പെഷ്യലൈസേഷൻ, ചില പ്രൊഡക്റ്റിൽ മാത്രം സ്പെഷ്യലൈസേഷൻ ചെയ്ത് വരുമ്പോഴേക്കും അതെന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മാത്രം മൊണോപ്പൊളിയിലേക്ക് പോകും. അപ്പോൾ അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റിയാക്ഷൻ അഗെയിൻസ്റ്റ് എക്സസീവ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഒരു പ്രൊഡക്റ്റിനെ മാത്രം ഒരു കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ടിനേക്കാൾ കൂടുതൽ ഇറ്റ് ക്രിയേറ്റഡ് നെഗറ്റീവ് റിസൾട്ട്. സോ ഇൻറ്റഗ്രേറ്റിംഗ് പ്രൊഡക്ഷൻ ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതിൽ നിന്നും അത് മാറി പിന്നെ വരുന്ന ഇൻറ്റഗ്രേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഒരേ ടീം തന്നെ നടത്തുന്നതിലേക്ക് പോയി. അതിൻ്റെ തൊട്ട് മുൻപേ ഞാൻ പറയുന്നു, പ്രൊഡ്യൂസർ വൺസ് അത് മാർക്കറ്റിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രൊഡ്യൂസർ ഇല്ല, പിന്നെ അത് അതിലേക്ക് മെർച്ചൻസ് ആണ് പിന്നെ വരുന്നത്. മെർച്ചൻസ് ഓരോ കൈ മാറുന്നതനുസരിച്ച് അതിൻ്റെ പ്രൈസിൽ വ്യത്യാസം വരാം. അതുകൊണ്ട് അങ്ങനെ എന്താണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത ആൾ തന്നെ അതിനെ ഡിസ്ട്രിബ്യൂഷനിലേക്കും ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിലേക്കും എത്തിക്കുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ഫോം ചെയ്തു. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ were brought under one institution. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിൽ തന്നെയായിട്ട് വന്നു. Then what are the results of this commercial revolution? So how it affected the economy of Europe? No doubt the first point is increased imports and world trade. കൊമേഴ്ഷ്യൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ഇമ്പോർട്ട്സ് ആൻഡ് വേൾഡ് ട്രേഡ്.
ട്രേഡിന് ചില പ്രൊഡക്റ്റിന് വളരെ ഡിമാൻഡ് കൂടിയപ്പോൾ ആൻഡ് സം പ്രൊഡക്റ്റ് ഹാഡ് ഗ്രേറ്റ് ഡിമാൻഡ് ഇന്റർനാഷണലി. അപ്പോൾ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു ആൻഡ് പ്രൊഡ്യൂസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുകയോ എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്തിരുന്നു. സോ ഇമ്പോർട്ടേഷൻ ഓഫ് ന്യൂ കമോഡിറ്റീസ് ഫ്രം ന്യൂ വേൾഡ് ആൻഡ് ദ ഫാർ ഈസ്റ്റ്, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും പ്രൊഡക്റ്റുകൾ, പുതിയ പ്രൊഡക്റ്റുകൾ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഫ്ലഡ് ചെയ്തു തുടങ്ങി. അത് ചിലത് ക്യാഷ് ക്രോപ്സ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പെസൻസിനെയൊക്കെ European, I mean British authorities. The British authorities, they forced Indian peasants to cultivate indigo. Indigo എന്ന് പറയുന്നത് ഒരു ക്യാഷ് ക്രോപ്സ് ആണ്. അപ്പോൾ ആ ക്യാഷ് ക്രോപ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആൻഡ് ദേ എക്സ്പോർട്ടഡ് ഇൻഡിഗോ ഇൻ ടു യൂറോപ്യൻ മാർക്കറ്റ്. അപ്പം ആഫ്രിക്കൻ കൺട്രീസിൽ പുതിയ പ്രൊഡക്ട്സ്, ക്രോപ്സുകൾ വളർന്നു. അത് അവരെവിടേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ദേ എക്സ്പോർട്ടഡ് ഇറ്റ് ഇൻ ടു European market. Then second is gold and silver influx. So gold and silver influx from the new world mines boosted economies and affecting consumer spending, rents, wages and taxes. Gold and silver അതിന് പ്രാധാന്യം വന്നു. അതേപോലെ തന്നെ അത് കൂടുതൽ എന്താണ് അസറ്റായിട്ട് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തു. So third is insurance innovation. Insurance innovations means overseas trade ആകുമ്പോൾ പലപ്പോഴും അവിടെ റിസ്കി ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സീ പൈറേറ്റ്സിന്റെ അറ്റാക്ക് ഉണ്ടാവാം, അതല്ല എങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ഇഷ്യൂസ് ഉണ്ടാവാം, ഹെവി സ്റ്റോം മൂലം വേണമെങ്കിൽ അവരുടെ ഷിപ്പ് തകരാം, അല്ലെങ്കിൽ എന്താണ് ഹെവി റെയിൻഫോൾ ആവാം. എന്ത് കാരണങ്ങളാൽ അൺഎക്സ്പെക്റ്റഡ് എന്താണ് നാച്ചുറൽ ഇഷ്യൂസ് എന്ത് വന്നിട്ടുണ്ടെങ്കിലും അതിന് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇൻഷുറൻസ് കമ്പനീസ് ഫോം ചെയ്തു. സോ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പലരും ക്രമേണ നഷ്ടമാണെന്ന് തോന്നുമ്പോൾ പിന്മാറും ഇങ്ങനെയുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ അതിന് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ടീം നിങ്ങളെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ വിഹിതം നൽകുക എന്നൊക്കെ പറഞ്ഞ് പല പ്രൊവിഷൻസും പറഞ്ഞുകൊണ്ടുള്ള ഇൻഷുറൻസ് കമ്പനികളും അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സ്റ്റോം, ഫയർ, പൈറസി പോലുള്ളതിൽ നിന്നും മെർച്ചൻസിനെ സഹായിക്കുന്നതിന് വേണ്ടി. Then again, another result is shifted economic power. So Italian city-states and North German cities declined, while Atlantic bordering European nations grew in commerce, wealth, and influence. Which means for a long years that Italy controlled Europe economically and politically. ഒരു കാലത്ത് യൂറോപ്പിനെ നിയന്ത്രിച്ചിരുന്നത് ഇറ്റാലിയൻ സിറ്റി സ്റ്റേറ്റ്സും അതുപോലെ നോർത്ത് ജർമ്മൻ സിറ്റി സ്റ്റേറ്റ്സുമായിരുന്നു. വിച്ച് മീൻസ് അവിടെ സ്ട്രോങ് റൂളേഴ്സ് ഉണ്ടായിരുന്നു ആൻഡ് ദേ കൺട്രോൾ റെസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ്. എന്നാൽ പുതിയ സീ റൂട്ട്സ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെയാണ്. അപ്പൊ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ബോർഡറിൽ അല്ലെങ്കിൽ അരികിലായിട്ട് താമസിക്കുന്ന യൂറോപ്യൻ കൺട്രീസ് അവർ കൊമേഴ്ഷ്യലി ഫൈനാൻഷ്യലി ഒക്കെ അവരെന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ആൻഡ് സ്വാഭാവികമായും ഇറ്റലിയും ജർമ്മനി പോലുള്ള അവരായിരുന്നു ഒരു കാലത്ത് യൂറോപ്പിനെ സാമ്പത്തികമായി നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ അവിടെ നിന്നും യൂറോപ്പിന്റെ ഇക്കണോമിക് സീറ്റ് ബ്രിട്ടനിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ മാറി. വിച്ച് മീൻസ് അറ്റ്ലാന്റിക് ബോർഡറുകളിലുള്ള യൂറോപ്യൻ നേഷൻസ് സാമ്പത്തികമായി വളരുകയും ആൻഡ് ദീസ് കൺട്രീസ് ലേറ്റർ became the center of commercial activities. Then fourth result is population changes. Increased food supplies and which led to population growth and urban migration. അപ്പം ഇവർക്ക് ട്രേഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ സ്വാഭാവികമായും അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്തു. അതോടൊപ്പം തന്നെ അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് അവൈലബിൾ ആയി തുടങ്ങി. അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ഇഷ്യൂ അവരെ കാര്യമായിട്ട് ബാധിച്ചില്ല. സ്ഥിരമായിട്ട് അവർക്ക് ഒരു വരുമാനം വന്നപ്പോൾ സ്റ്റാർവിംഗ് പീപ്പിൾ അവിടെ ഉണ്ടാകാതെ വന്നു. ഇൻ ടോട്ടൽ ദെയർ ലൈഫ് വാസ് ഹാപ്പി. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഫാമിലി ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പോപ്പുലേഷനും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തു. സോ അർബനൈസേഷൻ ഓഫേർഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇൻഡസ്ട്രീസ് like shipbuilding and provided greater social mobility and cultural richness.
കൂടുതൽ ജോലി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഓവർസീസ് ട്രേഡിനൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പ്രൊഡ്യൂസറിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും ഇടയിൽ നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല സ്പെഷ്യലൈസേഷനിലേക്കും സ്കിൽഡ് ലേബേഴ്സ് ഒക്കെ ആയിട്ട് കൂടുതൽ ആൾക്കാരെ വന്നു. അതുകൊണ്ട് ഇറ്റ് കുഡ് പ്രൊഡ്യൂസ് മോർ job opportunities, and it had several negative impacts. For example, it ruined villages and urbanization. കൊമേഴ്ഷ്യൽ റവല്യൂഷന്റെ ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്കതിന്റെ കൊമേഴ്ഷ്യൽ റവല്യൂഷൻ മൂലം എന്തൊക്കെയാണ് നെഗറ്റീവായിട്ട് യൂറോപ്പിനെ അഫക്റ്റ് ചെയ്തതെന്ന് നോക്കാം. ട്രേഡിന് കൂടുതൽ പ്രാധാന്യം നൽകിയപ്പോൾ ഗവൺമെന്റ് പെയ്ഡ് മച്ച് അറ്റൻഷൻ ടു അർബൻ സെന്റേഴ്സ്. ഈ അർബൻ സെന്റേഴ്സിന് അല്ലെങ്കിൽ എന്താണ് സിറ്റികൾക്ക് കൂടുതൽ പ്രാധാന്യം ഗവൺമെന്റ് നൽകാൻ തുടങ്ങി. സ്വാഭാവികമായും they failed to attend അല്ലെങ്കിൽ ഒരു പെയ്ഡ് അറ്റൻഷൻ ടു റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിന് വേണ്ട അത്ര ഒരു പ്രാധാന്യം നൽകാൻ പലപ്പോഴും ഗവൺമെന്റിന് സാധിക്കാതെ വന്നു. കാരണം റൂറൽ ഏരിയയേക്കാൾ കൂടുതൽ അർബൻ സെന്റേഴ്സിലാണ് ട്രേഡിനുള്ള പോസിബിലിറ്റീസ്. ട്രേഡ് എക്സ്പാൻഡ് ചെയ്യുന്നതും അർബൻ സെന്റേഴ്സിലാണ്. സോ ഗവൺമെന്റ് പെയ്ഡ് മോർ അറ്റൻഷൻ ടു അർബൻ സെന്റേഴ്സ്. അത് റൂറൽ ഏരിയ വില്ലേജുകൾ തകരുന്നതിന് കാരണമായി തീർന്നു. Inter-European competition is another negative impact. So most of the European countries became industrialized and they had interest in commercial activities with non-European countries. അതിന്റെ ഭാഗമായിട്ട് the countries send their representatives into different part of the world. അപ്പം ഇങ്ങനെ അതാത് രാജ്യം സാമ്പത്തികമായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങളും അവരവരുടെ മെർച്ചൻസിനെ സോൾജേഴ്സിനെ ഒക്കെ യൂറോപ്പിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് സെൻഡ് ചെയ്തു. And the purpose of this mission, if these people, ഇവരുടെ purpose എന്ന് പറയുന്നത് to set up factories for European nations. യൂറോപ്യൻ നാഷൻസിന് ഫാക്ടറീസ് സെറ്റ് ചെയ്യുക, ഇവിടെ നിന്നും പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുക, യൂറോപ്യൻ പ്രൊഡക്റ്റ് ഈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മാർക്കറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള എന്താണ് ചാൻസ് ഒരു കോസ് ഫോർ ക്ലാഷ് ബിറ്റ്വീൻ യൂറോപ്യൻ പവേഴ്സ്. ഉദാഹരണമായിട്ട് ഇംഗ്ലണ്ടും ഫ്രാൻസും രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് രാജ്യമാണ്. ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് were more strong countries and they wanted to rule world. Or they had a dream that they want to become the master of the Europe and they want to rule Europe and the world. യൂറോപ്പിനെയും വേൾഡിനെയൊക്കെ അവർക്ക് ഭരിക്കണം. അതുകൊണ്ട് ആരാണ് വിച്ച് കൺട്രി ഈസ് മോർ സുപ്പീരിയർ എന്നുള്ളൊരു ക്ലാഷും അവരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. സോ ഇറ്റ് കോസ് ഫോർ ഇന്റർ യൂറോപ്യൻ കോമ്പറ്റീഷൻ. Then another one is disease transmission. അൺനോൺ ആയിട്ടുള്ള പല ഡിസീസസും ഈ നോൺ യൂറോപ്യൻ കൺട്രിയിലേക്ക് സ്പ്രെഡ് ചെയ്തു. സോ യൂറോപ്യൻ ഡിസീസസ് decimated negative populations in America due to contact during trade and colonization. അപ്പം ഈ മിക്കവാറും ആഫ്രിക്കൻ കൺട്രീസ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ അവർക്ക് ഔട്ട്സൈഡേഴ്സുമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ യൂറോപ്പിലുള്ള പല അസുഖങ്ങളും ഈ പറഞ്ഞ കോണ്ടിനെന്റുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആഫ്റ്റർ മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് ദിസ് പീപ്പിൾ എന്തായി, യൂറോപ്പിൽ അതുവരെ അൺനോൺ ആയിട്ടുള്ള പല അസുഖങ്ങളും അവർക്ക് പരിചിതമായി തീർന്നു. Another worst result of commercial revolution is slave trade. So trade expand ചെയ്തപ്പോഴേക്കും they wanted more and more laborers. ഈ ലേബർ ക്ലാസ്സിനെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ലേബർ ക്ലാസ്സും കുറച്ചുകൂടി അവരുടെ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ് ഉള്ളവരായിരുന്നു ലേബർ ക്ലാസ്സസ്. അപ്പോൾ അവർ സ്വാഭാവികമായും they demanded high wages. അപ്പോൾ അവരുടെ വേജസ് അത്രയും കൊടുക്കാൻ താല്പര്യമില്ലാതെ വരുമ്പോൾ പലപ്പോഴും അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ ഈ യൂറോപ്യൻ മെർച്ചൻസ് അവര് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ പർച്ചേസ് ചെയ്തിട്ട് they purchased slaves from Africa. എന്നിട്ട് അവർ they transported them into New World അല്ലെങ്കിൽ them into international market. ഇവരെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് ഈ സ്ലേവ്സിനെ ട്രേഡ് ചെയ്യുകയും ചെയ്തു. അതും ഈ കൊമേഴ്ഷ്യൽ റവല്യൂഷന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്.